മരുഭൂമിയിൽ അയാൾ അല്പം കൂടി മുന്നോട്ട് നടന്നു. ദാഹം വർദ്ധിച്ചു വരികയാണ്. കാലുകൾ ഇടറുന്നതും അയാൾ അറിഞ്ഞു. മണൽക്കാറ്റിൽ വീണ് അടിഞ്ഞുപോകും എന്നും ഭയപ്പെട്ടു. അത് മഴക്കാലമല്ല, എങ്കിലും ആകാശം പൊഴിച്ച ചില മഴത്തുള്ളികൾ വിസ്മയമായി. രക്ഷപ്പെട്ടു എന്ന് കരുതി. എന്നാൽ മഴ വേഗം നിന്നുപോയി. അത് ചൂട് കൂടാനേ കാരണമായുള്ളൂ. തളർച്ച വർദ്ധിക്കുന്നതായി അയാൾ തിരിച്ചറിഞ്ഞു. ശരീരം ഒരു വിറയലോടെ ആ മണൽപ്പരപ്പിൽ വീണുരുണ്ടു. അയാൾ ബോധരഹിതനായി. അയാളുടെ ഭാഗ്യമായിരിക്കാം ഒട്ടകങ്ങളെ തെളിയിച്ച് ഒരാൾ അതുവഴി എത്തിയത്. വീണുകിടന്ന അയാളെ ഒട്ടകത്തിന്റെ പുറത്തു കയറ്റി ഒട്ടക ലായത്തിൽ എത്തിച്ചു. കണ്ണു തുറക്കുമ്പോൾ അയാൾ ഒട്ടക ലായത്തിലാണ്. അയാൾ അവിടെ ആരെയും കണ്ടില്ല. പുറത്ത് കുറെ ഒട്ടകങ്ങൾ. അവിടെയും ആരെയും കാണാനില്ല. വീണുപോയ എന്നെ ഇവിടെ എത്തിച്ചത് ഈ ഒട്ടകങ്ങളിൽ ഏതെങ്കിലും ഒന്നാകാം, അയാൾ മനസ്സിൽ ഉറപ്പിച്ചു. തൻ്റെ ജീവനെ രക്ഷിച്ച ആ ഒട്ടകങ്ങളോട് അയാൾ നന്ദി പറഞ്ഞു. നമ്മെ രക്ഷിക്കുന്ന മാർഗങ്ങൾക്ക് നന്ദി പറയേണ്ടതുണ്ട്. എന്നാൽ അത് സാധ്യമാക്കിയവനെ തിരിച്ചറിയുന്നതിലാണ് ജ്ഞാനം സ്ഥിതി ചെയ്യുന്നത്. ജീവന്റെ ദാതാവിനെ തിരിച്ചറിയാതെ പോകുന്നതാണ് ഏറ്റവും വലിയ വിപത്ത്. എല്ലാ നല്ല ദാനങ്ങളുടെയും ഉടയവന്റെ കൂട്ടായ്മ നഷ്ടമാകാതിരിക്കാൻ ദാതാവിനെ മറന്ന് ദാനത്തെ സ്നേഹിക്കുന്ന കുറവുകളെ തിരിച്ചറിയാം. നോമ്പ് അനുഭവങ്ങൾ സൃഷ്ടാവായ ദൈവത്തിൻ്റെ ആർദ്ര കരുണകളെ കാണാൻ ഇടയാക്കട്ടെ.